ഹായ് ഹലോ നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ കിങ്ങിണിയുണ്ട്, പൊന്നുണ്ട്. 2 പേര് എൻ്റെ അനിയത്തിമാരാണ് ട്ടാ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് എവിടേക്കാ? അമ്പലത്തിലേക്ക്. ദേശവിളക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അമ്പലത്തേക്ക് പോവാണ് ട്ടാ. അമ്മയും എല്ലാവരും പോയി. ഇനിയിപ്പോൾ അപ്പുവും ചേട്ടനും മാത്രമേ ഉള്ളൂ. അവർ വരും. അപ്പം ഞങ്ങൾ പോയി വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാം ട്ടാ. അപ്പം ബാ. അപ്പൊ ഞങ്ങളിപ്പോ പോണത് ഇത് രാവിലെ അല്ല ഉച്ചക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യണമെന്നുള്ളൂ. ഉച്ചക്ക് ഇന്ന് അമ്പലത്തില് പ്രസാദൂട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഞാനും പൊന്നും അമ്മയും കുഞ്ഞുമണിയും കൂടി പോവാൻ ചേച്ചിയും ചേട്ടനും ഉണ്ട്. പക്ഷെ ചേച്ചിയും ചേട്ടനും ആശുപത്രിയിൽ പോയിക്കാണ്. അവരവിടുന്ന് നേരെ ഇട്ടിട്ടാട്ട വര്. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിൽ എത്താറായി. നല്ല ക്യൂ ആണ് കേട്ടാ. പിന്നെ അച്ഛനും അമ്മാവന്മാരും വിളിച്ച് വേഗം വായോന്ന് പറഞ്ഞിട്ട് വരുത്തിയതാണ് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചത് ചേച്ചിയും ചേട്ടനും വരുമ്പോ ഒന്നിച്ച് വരാന്നാണ് വിചാരിച്ചത്. പക്ഷെ അച്ഛനും അമ്മാവന്മാരും വിളിച്ച് ഞങ്ങൾ വന്നതാണ്. അപ്പൊ അങ്ങനെ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ആനയൊക്കെ അതേ പോവാണ് കേട്ടോ. കുഞ്ഞുമണി ആനയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ അമ്പലത്തിന്റെ ഒരുക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പന് വേണ്ടിയിട്ടുള്ള ഒരു അമ്പലമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അവരത് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്ന് നേരെ അകത്ത് കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ കുഞ്ഞുമണി ഭയങ്കര വാശി റോട്ടിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഈ കയറി ചെല്ലണത് മെയിൻ റോട്ടിലേക്കാണ്. ഈ മെയിൻ റോട്ടിൽ കൂടെയാണ് നമ്മുടെ വിളക്ക് എഴുന്നള്ളിച്ച് പോണത്. പിന്നെ ഈ വീട്ടിലാണ് ഭക്ഷണവും സാധനങ്ങളൊക്കെ വെച്ചത്. നമ്മുടെ ആനക്കുട്ടൻ നല്ല സുന്ദരക്കുട്ടപ്പനൊക്കെ ആയിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടാ. വെളിച്ചപ്പാട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സ്വാമിയുടെ ഫോട്ടോയില് മാലയൊക്കെ ചാർത്തി അയ്യപ്പന്മാർക്ക് ആരതി ഒഴിയാണ്. നാലയ്യപ്പന്മാർക്കും കലി കയറി തുടങ്ങുകയാണ് കേട്ടോ. പിന്നെ ബാക്കില് ചിന്തുപാട്ട് നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കലി കയറി തുടങ്ങിയപ്പോ 4 പേർക്കും ഒരു അങ്കിള് വന്നിട്ട് പൂമാലയൊക്കെ ഇട്ട് കൊടുത്തുട്ടാ. കലി കയറി കഴിഞ്ഞിട്ട് പിന്നെ അവര് നേരെ ചിന്തുപാട്ടുകാരുടെ അടുത്തേക്ക് പോയിട്ട് പിന്നെ അവിടെ ആയിരുന്നു. പിന്നെ
അത് കഴിഞ്ഞ് ഞങ്ങള് അടുത്ത പരിപാടി ചിന്തുപാട്ടുകാര് എഴുന്നള്ളിച്ച് താലക്കാരുടെ ഒപ്പം പുറത്തേക്ക് പോയപ്പോ പിന്നെ വന്നത് ഈ ഒരു പരിപാടിയാണ് കേട്ടോ. ഇതിന്റെ കറക്റ്റ് പേരെന്താന്ന് എനിക്കറിയില്ല. അറിയണവര് താഴെ കമന്റ് ചെയ്യണേ. ഒരു കുരുത്തോല വെച്ചിട്ട് എന്തോ ഡാൻസ് പരിപാടികളായിരുന്നു. പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിന്റെ ഉള്ളില് പഞ്ചവാദ്യക്കാര് റെഡിയായി നിൽക്കാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ഈ സാധനം. അങ്ങനെ ആനയുടെ പുറത്ത് നമ്മുടെ അയ്യപ്പന്റെ തടമ്പൊക്കെ വെച്ചുട്ടാ. പിന്നെ പഞ്ചവാദ്യം എന്തേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. പിന്നെ എനിക്ക് ഈ മേളം തന്നെ എല്ലാ മേളത്തിന്റെ തുടക്കവും കലാശക്കൊട്ടും കേൾക്കാനായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടവും.
അത് കഴിഞ്ഞിട്ട് പിന്നെ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ടീമായിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ചിന്തുപാട്ട് പോകുന്നുണ്ട്, അതിൻ്റെ പിന്നാലെ നമ്മുടെ കുരുത്തോല ഡാൻസ് പോകുന്നുണ്ട്, കുരുത്തോല ഡാൻസിന്റെ പിന്നാലെ തെയ്യമുണ്ട്, അതിൻ്റെയും പിന്നിലാണ് 3 ആനയും പിന്നെ പഞ്ചവാദ്യം ഉള്ളത് കേട്ടാ. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടികളൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നേരെ ഞങ്ങൾ അമ്പലത്തിലേക്കാണ് ട്ടോ പോയത്. അമ്പലത്തിൽ ചെന്നപ്പോഴാണ് അവിടെ സ്റ്റേജിന്മേൽ ഭജന നടക്കണ കാര്യം. അപ്പൊ അത് മാത്രം കാണാൻ പറ്റിയില്ല. പിന്നെ ഈ അയ്യപ്പന് വേണ്ടി പണിത അമ്പലമൊക്കെ കണ്ടു. നമ്മുടെ മറ്റേ എഴുന്നള്ളിപ്പ് എത്താറായി. അപ്പൊ അതിന്റെ ഒരുക്കങ്ങൾ അവിടെ നടക്കുകയാണ്. അങ്ങനെ താലക്കാരും ചിന്തുപാട്ടുകാരൊക്കെ അമ്പലത്തിന്റെ ഭാഗത്തേക്ക് എഴുന്നള്ളിച്ച് എത്തിയിട്ടാ. അവിടെ അമ്പലത്തിന്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് കർപ്പൂരമൊക്കെ കത്തിച്ച് വെച്ച് എഴുന്നള്ളിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. നല്ല രസമായിരുന്നു കേട്ടോ കർപ്പൂരമൊക്കെ കത്തിച്ച് വെച്ച് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ തെയ്യവും പഞ്ചവാദ്യവും അതേമാതിരി മറ്റേ കുരുത്തോല ഡാൻസും ഒക്കെ പന്തലിലേക്ക് കയറിയിട്ട. തെയ്യത്തിന്റെ പിന്നിൽ തന്നെ നമ്മുടെ പഞ്ചവാദ്യം നടക്കുന്നുണ്ട്. അങ്ങനെ പഞ്ചവാദ്യത്തിന്റെ കലാശക്കൊട്ടായിട്ട് ഈ പഞ്ചവാദ്യത്തോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ ഈ വിളക്ക് അവസാനിക്കും. പിന്നെ നാളെ പുലർച്ചെ വാവരുടെ യുദ്ധമാണുള്ളത്. പക്ഷെ അത് കാണാൻ പോകാൻ എനിക്ക് സാധിച്ചില്ല. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.